UEFA ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്ത പ്ലെയർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഓഫ് കോഴ്സ് 42 അസിസ്റ്റ്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ 31 അസിസ്റ്റ് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ്. പുള്ളിക്കാരൻ 42 അസിസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ റൊണാൾഡോ കഴിഞ്ഞാൽ ഡിമരിയാണ് 41 അസിസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ മെസ്സിയാണ് 40 അസിസ്റ്റ്. അത് കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ ആണ് 33 അസിസ്റ്റ്. അപ്പൊ ഈ ഒരു 4 പ്ലേയേഴ്സ് നിലവിൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല, ഔട്ട് ഓഫ് ദി യൂറോപ്പ് ആണ്. ബട്ട് വിനീഷ്യസ് ജൂനിയർ ഈ ഒരു 25 അല്ലെങ്കിൽ 25 വയസ്സെന്നെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ 26 ഈ ഒരു വയസ്സിൽ പുള്ളിക്കാരൻ 31 അസിസ്റ്റുകൾ 79 മാച്ചിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ റൊണാൾഡോ 42 അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് 183 മാച്ചിൽ നിന്നാണ്. പക്ഷെ റൊണാൾഡോക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോറർ അണ്ണൻ തന്നെയാണ്. പിന്നെ ഡിമരിയ 41 അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 116 മത്സരങ്ങളിൽ നിന്നാണ്. ലിയണൽ മെസ്സി 40 അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 163 മത്സരങ്ങളിൽ നിന്നാണ്. നെയ്മർ ജൂനിയർ 81 മത്സരങ്ങളിൽ നിന്ന് 33 അസിസ്റ്റ് ആണ് നെയ്മറിലുള്ളത്. വിനീഷ്യസ് ജൂനിയർ 79 മത്സരങ്ങളിൽ നിന്ന് 31 അസിസ്റ്റ്. അപ്പോ ചാമ്പ്യൻസ് ലീഗിലെ റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കാന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിനീഷ്യസിന് ഈ ഒരു റെക്കോർഡ് എത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഒന്ന് പുള്ളിക്കാരൻ റിയൽ മാഡ്രിഡിൽ കളിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ബാസ ഫാൻസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യാനോ രീതിയിലല്ല, കാരണം റിയൽ ചാമ്പ്യൻസ് ലീഗിൽ ഉള്ളത് ഒരു ഡിഫറെന്റ് ഓറയാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിനീഷ്യസ് 2 വട്ടം ഫൈനൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കളിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും മത്സരങ്ങൾ കിട്ടുന്നുണ്ട്. ബാഴ്സലോണന്റെ ഈ സമയത്ത് 2 വട്ടം റൗണ്ട് അടക്കം ഗ്രൂപ്പ് സ്റ്റേജ് അടക്കം കടക്കാൻ പറ്റാത്തൊരു ബാസന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 3-4 വർഷം മുമ്പിൽ ബാസിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ വിനീഷ്യസിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയത് പുള്ളിക്കാരൻ റിയൽ മാഡ്രിഡിൽ കളിച്ചു എന്നുള്ളതും, പിന്നെ വിനീഷ്യസിന്റെ കൊളീഗ്സ് ആയിട്ടുള്ള പ്ലെയർ, അതായത് ഒരു വിനീഷ്യസ് വന്നപ്പോൾ ബെൻസമ വിനി കോംബോ, ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ എന്താ പറയാ, ഒരു അറിയാം അവിടെ ഗോള് വരുന്നത്. വിനീഷ്യസ് പാസ് കൊടുക്കും, ബെൻസമ ഫിനിഷ് ചെയ്യും. അതുപോലെ തന്നെ ക്രൂസ്, മോഡ്രിച്ച് ഇവന്മാരൊക്കെ ഒരു എന്താ പറയുക സഹായം വിനീഷ്യസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഒരു 10 അസിസ്റ്റ് അല്ലെങ്കിൽ ഒരു 12 അസിസ്റ്റ് 13 അസിസ്റ്റും പാടിയും വിനീഷ്യസിന് ഈ ചാമ്പ്യൻസ് ലീഗ് കൊടുക്കാൻ സാധിച്ചാല് അവന് മറികടക്കാൻ പോകുന്ന റെക്കോർഡുകൾ നെയ്മർ, ലിയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഏഞ്ചൽ ഡിമരിയ തുടങ്ങിയ ലെജൻഡറി പ്ലേയേഴ്സിന്റെയാണ്. ഓക്കെ, അപ്പൊ അത് മറികടക്കോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ നെയ്മറിനൊക്കെ ഇതിൻകാട്ടിലും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ, പക്ഷെ ഇഞ്ചുറി കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് മാച്ചസ് മിസ്സായി. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ കാത്തിരിക്കാം, ഒരുപക്ഷെ വിനീഷ്യസ് ആ റെക്കോർഡ് ഈ ഒരു രീതിയിൽ പുള്ളിക്കാരൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.